അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രിമിനൽ ലോസിൽ വന്ന റിഫോംസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ടിൽ വന്ന മാറ്റങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സെഷനിലൂടെ നിങ്ങളുടെ ജേണി ഈസി ആക്കി തരാണ് ടോട്ട്സ് അക്കാഡമി. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPs, അതായത് ഈ അടുത്ത സമയത്ത് കുറച്ച് MP-മാർക്ക് പാർലമെന്റിലുള്ള അവരുടെ മെമ്പർഷിപ്പ് നഷ്ടമാകുകയും ചിലർ അത് അപ്പീലിനൊക്കെ പോയിട്ട് തിരിച്ചു കയറുകയും ചെയ്തിരുന്നു. അതിലൊരാളാണ് രാഹുൽ ഗാന്ധി. എന്താണ് രാഹുൽ ഗാന്ധിയുടെ കേസിൽ സംഭവിച്ചത്? IPC സെക്ഷൻ 499 അണ്ടറിൽ പുള്ളി ഒരു ഡിഫമേഷൻ കേസിൽ 2 വർഷത്തിലധികം ശിക്ഷയ്ക്ക് ഒരു കോടതി വിധിക്കപ്പെടുകയും അതിനെ തുടർന്നാണ് പുള്ളിക്ക് മെമ്പർഷിപ്പ് നഷ്ടമാവുകയും ചെയ്യുന്നത്. IPC സെക്ഷൻ 500 ആണ് നമ്മുടെ ഈ ഡിഫമേഷൻ്റെ ശിക്ഷയൊക്കെ ഡീൽ ചെയ്യുന്നൊരു സെക്ഷൻ. ഇനി ഈ അടുത്ത സമയത്ത് ഈ ഡിഫമേഷൻ സെക്ഷന് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത, അതായത് IPCയെ റീപ്ലേസ് ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെ സെക്ഷൻ 356 പുതിയതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഒരു പ്രൊവിഷൻ കിടക്കുന്നത്? ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2013 സുപ്രീം കോർട്ട് ആദ്യമായിട്ട് പറഞ്ഞത് എന്ത്? ഇറ്റ് റൂൾ ദാറ്റ് എനി മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഒരു MLA അല്ലെങ്കിൽ ഒരു MLC ഹൂ ഈസ് കൺവിക്റ്റഡ് ആൻഡ് ഗിവൺ എ മിനിമം 2 years പണിഷ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ലൂസസ് ഹിസ് ഓർ ഹെർ മെമ്പർഷിപ്പ് ഇൻ ദാറ്റ് ഹൗസ്. അതായത് 2 വർഷത്തിൽ അധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രൈമിൽ ഒരാളെ കൺവിക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, വെദർ ഇറ്റ് ഈസ് ആൻ MP, ഒരു MLA അല്ലെങ്കിൽ MLC, പുള്ളിക്ക് ഇമ്മീഡിയറ്റ്ലി മെമ്പർഷിപ്പ് ലൂസ് ആവും എന്നുള്ളതായിരുന്നു ഈ ലില്ലി തോമസ് കേസിൽ സുപ്രീം കോടതി നടത്തിയ ജഡ്ജ്മെൻറ്റ്. ഇത് പിന്നീട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 സെക്ഷൻ 8 ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു കേസാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ലോക്സഭാ MP ആയിട്ടുണ്ടായിരുന്ന മഹുവ മൊയ്ത്രയുടെ കേസ്. എന്താണ് പുള്ളിക്കാരുടെ കേസിൽ സംഭവിച്ചത്? കാശ് വാങ്ങിയിട്ട് പാർലമെൻറ്റിൽ ചോദ്യം ഉന്നയിക്കുക എന്നുള്ളൊരു കേസ്, അതായത് ക്യാഷ് ഫോർ ക്വറി കേസ് പുള്ളിക്കാരുടെ നേർക്ക് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹൗസ് ഒരു എത്തിക്സ് കമ്മിറ്റിക്ക്, ലോക്സഭ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ എത്തിക്സ് കമ്മിറ്റി? ഇത് സ്പീക്കറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഈ എത്തിക്സ് കമ്മിറ്റീനെ. ഇതിൻ്റെ ഡ്യൂറേഷൻ 1 year ആണ്. ഇതൊരു 15 member കമ്മിറ്റിയാണ്. അതായത് പാർലമെൻറ്റിൻ്റെ, അതായത് ലോക്സഭയുടെ മെമ്പേഴ്സ് ഏതെങ്കിലും അൺഎത്തിക്കൽ കണ്ടക്റ്റിനകത്ത് അൺഎത്തിക്കലായിട്ടുള്ള ബ്രൈബറിയോ അതുമായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കേസിൽ ഉൾപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവർക്കെതിരെയുള്ള ആക്ഷൻ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു മാൻഡേറ്റ്. അങ്ങനെ ഈ എത്തിക്സ് കമ്മിറ്റി മഹുവ മൊയ്ത്രയെ എക്സ്പെൽ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുകയും ലോക്സഭ അതൊരു വോയിസ് വോട്ടിലൂടെ അപ്രൂവ് ചെയ്യുകയും പുള്ളിക്കാരിയെ റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസും മഹുവ മൊയ്ത്രയുടെ കേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാഹുൽ ഗാന്ധി ഒരു ഡിഫമേഷൻ കേസിൽ 2 വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടതിനാലാണ് അന്ന് പുള്ളിക്കാരന് ഡിസ്ക്വാളിഫിക്കേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. മഹുവ മൊയ്ത്ര ഡിസ്ക്വാളിഫൈ അല്ല ആയത്, റിമൂവൽ ഫ്രം ദി ഹൗസ് ആണ് ആയിട്ടുള്ളത്. കാരണം എന്താണ്? മഹുവ മൊയ്ത്രയുടെ കേസിൽ IPC അല്ലെങ്കിൽ ഒരു ക്രൈം സംഭവിച്ചിട്ടില്ല, ഒരു അൺഎത്തിക്കൽ കണ്ടക്റ്റ് ആണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് എത്തിക്സ് കമ്മിറ്റിക്ക് ലോക്സഭ ഈ കേസ് ഫോർവേഡ് ചെയ്തത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്